السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ-ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുള്ള അൽ അർബഊൻ അൻ-നവവിയ്യ എന്ന വളരെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് നാം വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ആദ്യത്തെ 26 ഹദീസുകൾ നമ്മൾ വായിക്കുകയുണ്ടായി. 27ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹദീസ് കേൾക്കാം. عن نواس بن سمعان رضي الله عنه عن النبي صلى الله عليه وسلم قال: البر حسن الخلق والإثم ما حاك في نفسك وكرهت أن يطلع عليه الناس. رواه مسلم. അദ്ദേഹം മറ്റൊരു ഹദീസ് കൂടി ഈ 27ാമത്തെ ഹദീസിനോടൊപ്പം ചേർത്തി കൊടുത്തിട്ടുണ്ട്. وعن وابسة بن معبد رضي الله عنه قال: أتيت رسول الله صلى الله عليه وسلم فقال: جئت تسأل عن البر والإثم، وفي بعض النسخ 40 جئت تسأل عن البر. قلت: نعم. فقال: استفت قلبك، البر ما اطمأنت إليه النفس واطمأن إليه القلب، والإثم ما حاك في النفس وتردد في الصدر، وإن أفتاك الناس وأفتوك. حديث حسن. وفي بعض النسخ 40 قال الإمام النووي رحمه الله: رويناه في مسندي الإمامين أحمد بن حنبل والدارمي بإسناد حسن. പരസ്പര ബന്ധമുള്ള രണ്ട് ഹദീസുകളാണ് അദ്ദേഹം ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, പുണ്യം എന്നാൽ സൽസ്വഭാവമാണ്. വൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക്, പാപം എന്നാൽ നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വകരിഹ്ത അൻ യത്തലിഅ അലൈഹിൻ നാസ്, ജനങ്ങളത് അറിയുന്നത്, ജനങ്ങൾ അതിലേക്ക് നോക്കുന്നത് നീ വെറുക്കുകയും ചെയ്യുന്നു, അതാണ് പാപം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിവായത്ത് ഇപ്രകാരമാണ്. ഇവിടെ സഹോദരങ്ങളെ, ഈ രണ്ട് ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ബിർ, പുണ്യം എന്ന് നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. അതുപോലെ എല്ലാ നന്മകളും അത് ബിറാണ്, അത് പുണ്യമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ പാപം എന്താണെന്നും അത് ഉപേക്ഷിക്കണമെന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ ഹദീസുകളിൽ. അതേപോലെ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിൽ നിന്നും ബഹുദൂരം അകന്ന് നിൽക്കുക എന്നുള്ളതും നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ഇതെല്ലാം ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട പാഠമാണ്. റാവി നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പേര് സമആൻ എന്നും സിംആൻ എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ചില റിവായത്ത് നമുക്ക് കാണാം നവാസ് ബിൻ സമആൻ അൽ അൻസാരി എന്നൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇത് പണ്ഡിതന്മാർ പറയുന്നു അദ്ദേഹം അൻസാരി അല്ല യഥാർത്ഥത്തിൽ, അഥവാ മദീനക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ ഗോത്രം കിലാബിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നവാസ് ബിൻ സമആൻ അൽ കിലാബി എന്ന് തന്നെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അൽ അൻസാരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്നത് കാണാം. ചിലർ പറഞ്ഞു അതൊരു വഹമാണ്, അത് റിവായത്ത് ചെയ്ത ആൾക്കുണ്ടായ ഒരു സംശയമാണ്. അത്തരത്തിൽ ഗോത്രത്തിൻ്റെ പേരിലോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന ഇത്തരം ചെറിയ വഹ്മുകൾ, സംശയങ്ങൾ, അത് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഹദീസിൻ്റെ റിവായത്തിന് ഒരു കോട്ടം ഉണ്ടാക്കുന്ന കാര്യമല്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അദ്ദേഹം മക്കക്കാരനാണെങ്കിലും മുഹാജിറായിട്ട് മദീനയിലേക്ക് വന്നതല്ല, ഹിജ്റ ചെയ്ത് വന്നതല്ല. അദ്ദേഹം അൻസാരിയുമായിരുന്നില്ല. എന്നാൽ അദ്ദേഹം മദീനയിൽ മറ്റു കാര്യങ്ങൾ ഉദ്ദേശിച്ച് വരികയും പിന്നീട് അൻസാരികളോടൊപ്പം ചേരുകയും അങ്ങനെ അൻസാറുകളിലേക്ക് ചേർത്തി ആ നിലക്ക് പറഞ്ഞതാണ് എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ പൊതുവെ മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നവരും അവരെ സ്വീകരിച്ച് അവരെ സഹായിച്ചു പോന്ന മദീനക്കാരുമാണ് അൻസാരികൾ എന്ന് പറയപ്പെടുന്നത്.
അദ്ദേഹം ഈ രണ്ടു കൂട്ടത്തിലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഹിജറ ഉദ്ദേശിക്കാതെ മദീനത്തേക്ക് എത്തുകയും പിന്നീട് അങ്ങനെ അൻസാരികളോടൊപ്പം ചേരുകയും അങ്ങനെ അദ്ദേഹത്തെ പേര് അൻസാരി എന്ന് പറഞ്ഞതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇസ്മിനെക്കുറിച്ചും പാപത്തെക്കുറിച്ചും അതുപോലെ പുണ്യത്തെക്കുറിച്ചും ബിറിനെക്കുറിച്ചും ചോദിച്ചത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പാപത്തിലും അതിക്രമത്തിലും സഹായിക്കാൻ പാടില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പാപത്തിലും അതിക്രമത്തിലും സഹായിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ എന്താണ് പുണ്യം എന്നറിയേണ്ടതുണ്ട്. കാരണം പുണ്യം എന്തൊക്കെയാണ് എന്നറിയുമ്പോഴാണ് നമുക്ക് പുണ്യത്തിൽ സഹകരിക്കാൻ സാധിക്കുന്നത്. പാപത്തിൽ സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാപങ്ങൾ എന്തൊക്കെയാണ് എന്നറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സ്വഹാബികൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നത്. രണ്ട് സ്വഹാബികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. രണ്ട് സഹാബികളാണ് ഇവിടെ വന്നിരിക്കുന്നത്, നവാസ് ബിൻ സുംആനും അതുപോലെ തന്നെ വാബിസ റളിയല്ലാഹു അൻഹുമ. ഈ രണ്ട് സഹാബികളും ഇത് ചോദിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്. ബിർ എന്ന് പറഞ്ഞാൽ, പുണ്യം എന്ന് പറഞ്ഞാൽ അത് ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബിർ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ബിർ എന്ന് പറയുന്ന വാക്ക് ഒരുപാട് അർത്ഥങ്ങൾ അറബി ഭാഷയിൽ ഉദ്ദേശിക്കുന്ന ഒരു വാക്കാണത്. ഒന്ന് അത്താ എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്, പുണ്യങ്ങൾ ചെയ്യുന്നതിന് ബിർ എന്ന് പറയും. രണ്ട് സിദ്ഖ്, സത്യസന്ധത എന്നുള്ളതിനും ബിർ എന്ന് പറയാറുണ്ട്. മൂന്ന് ഇഹ്സാൻ, നന്മ ചെയ്യുക, സുഹൃതം ചെയ്യുക, ഇതിനും ബിർ എന്ന് പറയാറുണ്ട്. അതുപോലെ കുടുംബ ബന്ധം ചേർക്കുന്നതിന് സിലത്തുൽ അർഹാം, അതിനും ബിർ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ബിർ എന്ന് പറയുന്ന വാക്കിന് അറബി ഭാഷയിൽ അതുപോലെ തന്നെ വ്യത്യസ്ത ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള അർത്ഥങ്ങളാണ്. ബിറിന് ദീന് മുഴുവൻ എന്ന അർത്ഥത്തിലും ബിർ എന്ന് വന്നിട്ടുണ്ട്. ദീനുൽ ഇസ്ലാം മുഴുവനും, അതിൻ്റെ ബാഹ്യമായ കർമ്മങ്ങളുമാകട്ടെ അതേപോലെ ആന്തരികമായ ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനങ്ങളാകട്ടെ, അർക്കാനുൽ ഈമാൻ ആകട്ടെ, അർക്കാനുൽ ഇസ്ലാം ആകട്ടെ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിർ എന്ന് പറയുന്ന ഒരു വാക്കിൽ അള്ളാഹു ഒതുക്കിയത് കാണാം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. പുണ്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖം നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കലല്ല. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. എന്നാൽ ബിർ എന്ന് പറയുന്നത് അള്ളാഹുൽ വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കലാണ്. വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, അള്ളാഹുവിൻ്റെ മലക്കുകളിലും കിതാബിലും നബിമാരിലും ഒക്കെ വിശ്വസിക്കലാണ്. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബിനിസ് സബീലി വസ്സായിലീൻ വഫിർ റിഖാബ്. സമ്പത്തിനോട് ഇഷ്ടമുള്ള സമയത്ത് തന്നെ അത് കുടുംബക്കാർക്കും യതീമക്കൾക്കും മിസ്കീന്മാർക്കും വഴിയാത്രക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനുമൊക്കെ വേണ്ടി ചെലവഴിക്കുന്നവരാണ്. സമ്പത്തിന് ആവശ്യമുള്ളവർ തന്നെ, സമ്പത്തിനോട് ഇഷ്ടമുള്ളവർ തന്നെ ഇതിനൊക്കെ ചെലവഴിക്കലാണ്. ഇതൊക്കെയാണ് ബിർ എന്ന് പറയുന്നത്. വഅഖാമ സ്സലാ, നിസ്കാരം നിലനിർത്തലാണ്. നമ്മൾ നോക്ക്, ഇതുവരെ പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി എന്ന് പറഞ്ഞിട്ട് പുണ്യം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു വലാകിനൽ ബിർറ മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ വൽ മലായിക വൽ കിതാബ് വൻ നബിയ്യീൻ. ഇതൊക്കെ ഈമാൻ കാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. അവിടെ നോക്കൂ സഹോദരങ്ങളെ, ഖദർ ഒഴികെയുള്ള മുഴുവൻ ഈമാൻ കാര്യങ്ങളും അള്ളാഹു ഈ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിർ എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് നോക്കൂ, വആതൽ മാല അലാ ഹുബ്ബിഹി, ബാഹ്യമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആർക്കൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞു. വഅഖാമ സ്സലാ വആതസ് സകാ, അതേപോലെ അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയാൻ. സകാത്ത് കൊടുക്കുക, നിസ്കാരം നിലനിർത്തുക. വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദു, എന്തെങ്കിലുമൊക്കെ ഉടമ്പടിയിൽ ഏർപ്പെട്ടാൽ അത് കൃത്യമായി പാലിക്കുക. വസ്സാബിരീന ഫിൽ ബഅ്സാഇ വദ്ദറാ, പ്രയാസഘട്ടങ്ങളിലും അതേപോലെ തന്നെ ദുരിതഘട്ടങ്ങളിലുമൊക്കെ ക്ഷമയോടുകൂടി അതിനെ നേരിടുക. വഹീനൽ ബഅസ്, യുദ്ധമുഖത്തുണ്ടാകുന്ന പ്രതിസന്ധികളിലുമൊക്കെ ക്ഷമയോടുകൂടി അതിനെ നേരിടുക. ഇതെല്ലാം ദീനിൽ ഉൾപ്പെട്ട കാര്യമാണ്. അപ്പോൾ അല്ലാഹു ബിർ എന്ന് പറഞ്ഞിട്ട് അർക്കാനുൽ ഈമാനും അർക്കാനുൽ ഇസ്ലാമും അതേപോലെ ക്ഷമയും അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിറിന് അങ്ങനെ വലിയ വിശാല അർത്ഥമുള്ളൊരു പദമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്.
അതുപോലെ ബിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളോട് പൊതുവേ ചെയ്യുന്ന നന്മകൾക്കൊക്കെ ബിർ എന്ന് പറയും. ആളുകൾ ഒരാളെ സഹായിക്കുന്നതിന് ഒക്കെ ബിർ എന്ന് പറയും. അവിടെ പ്രത്യേകമായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ബിറുൽ വാലിദൈൻ എന്നുള്ള പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിൽ ബിറുൽ വാലിദൈൻ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്, അതേപോലെ അടുപ്പക്കാരായ ആളുകൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, ഒരാളുടെ ആയുസ് വർദ്ധിക്കാൻ കാരണമാകും അയാൾ പുണ്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ബന്ധങ്ങൾ അയാൾ കൂട്ടിപ്പിടിക്കുക, അതുപോലെ കുടുംബ ബന്ധം അത് വളരെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിൽ വർധനവ് നൽകും. പല വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അയാൾക്ക് ആയുസ്സിൽ ഒരുപാട് ബർക്കത്ത് കൊടുക്കും. ഒരുപാട് വർഷങ്ങൾ ജീവിച്ച ആളുകളുടെ അമലുകളും മറ്റുമൊക്കെ കുറഞ്ഞ ആയുസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. വേറെ ചിലർ പറഞ്ഞു അല്ല, അള്ളാഹുവിൻ്റെ കിതാബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദിലല്ല, മലായിക്കത്തുകളുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളിലുള്ള മാറ്റം അതിലുണ്ടാകും. ഇതൊക്കെ പണ്ഡിതന്മാർ അവിടെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് ബിർ എന്നുള്ളതിന് പുണ്യങ്ങൾ ചെയ്യുന്നതിന്, അതേപോലെ മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ വിശാലമായ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ, അള്ളാഹുവിൻ്റെ സ്വർഗം, ഇതിനൊക്കെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ബിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ആലു ഇമ്രാൻ അള്ളാഹു തആല പറഞ്ഞല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്കൊരിക്കലും ബിർ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അൽ ഇഹ്സാനുൽ വാസി, അള്ളാഹുവിൻ്റെ വിശാലമായ സുഹൃതങ്ങൾ, അതേപോലെ തന്നെ സ്വർഗം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ ആശയമുള്ള കാര്യമാണ്. ആളുകൾ നമുക്ക് എന്താണോ ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അത് ആളുകൾക്ക് ചെയ്തു കൊടുക്കണം, ആളുകൾക്ക് കൊടുക്കണം. നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനേക്കാളും നല്ലത് ആളുകൾക്ക് കൊടുക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ബിർ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലയിടങ്ങളിൽ ബിറും തഖ്വയും അല്ലാഹു തആല ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നമ്മൾ തുടക്കത്തിൽ കേട്ടു, നിങ്ങൾ ബിറിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ സൂറത്തുൽ മുജാദലയിൽ നിങ്ങൾ പലപ്പോഴും ഓതി കേട്ടിട്ടുണ്ടാകും, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തനാജയ്തും, മുഅ്മിനീങ്ങളെ നിങ്ങൾ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഫലാ തതനാജൗ ബിൽ ഇസ്മി വൽ ഉദ്വാനി വ മഅസിയത്തിർ റസൂൽ, നിങ്ങൾ ഒരിക്കലും തന്നെ പാപത്തിലോ അതിക്രമത്തിലോ അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്ന കാര്യത്തിലോ ഒന്നും നിങ്ങൾ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടരുത്. വ തനാജൗ, നിങ്ങൾ പരസ്പരം കൂടിയിരുന്ന് രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടണം. ബിൽ ബിർരി വ തഖ്വ, ബിറും തഖ്വയും ഒക്കെ കൊണ്ടാണ് നിങ്ങൾ അവിടെ കൽപ്പിക്കേണ്ടത്. വത്തഖുല്ലാഹ അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ, അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങുക, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബിറും തഖ്വയും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ബിറും തഖ്വയും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അടിമകളോടുള്ള, അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള നന്മയ്ക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ബിറും തഖ്വയും ഒരുമിച്ചാൽ ബിർ ഫിഅലു ത്വാആത്താണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ബിർ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറയുന്നത് ഇജ്തിനാബുൽ മുഹറമാത്താണ്, നിഷിദ്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ബിറുമായി ബന്ധപ്പെട്ട് അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തുള്ള അതിൻ്റെ വിവിധ അർത്ഥങ്ങളും, അതേപോലെ തഖ്വയുമായി ഒരുമിച്ച് പറയുമ്പോഴുള്ള അർത്ഥങ്ങളും ഒക്കെയായി പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, ബിർ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് എന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇതൊരിക്കലും തന്നെ എന്തുദ്ദേശിക്കുന്നില്ല. ബിർ എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖ് മാത്രമാണ് എന്നുദ്ദേശിക്കുന്നില്ല. അല്ല, നമ്മൾ ബിർ എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതാണ്, ദീന് മുഴുവൻ, ഈ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അതേപോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞാൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത് അതേതുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അറഫ എന്നുള്ളത്. അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല, അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അതേപോലെ ബിറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പോൾ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അതിൽ അള്ളാഹുവിനോടുള്ള ഇടപാടുകളും കടമകളൊന്നും ഇല്ല എന്ന് വിചാരിക്കരുത്. കാരണം ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. സൽസ്വഭാവം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഹുസ്നുൽ ഖുൽഖി മഅ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള സൽസ്വഭാവം നിനക്കുണ്ട്, നീ അള്ളാഹുവിനോട് സൽസ്വഭാവിയായിരിക്കണം. അതുപോലെ ഹുസ്നുൽ ഖുൽഖി മഅൽ ഖൽഖ്, അള്ളാഹുവിൻ്റെ പടപ്പുകളോട് നീ സൽസ്വഭാവിയായിരിക്കണം. എന്താണ് അള്ളാഹുവിനോടുള്ള സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ശൈഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ വളരെ മനോഹരമായി അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനോടുള്ള ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിന് നീ പൂർണ്ണമായി വിധേയപ്പെടണം.
അള്ളാഹുവിൻ്റെ അഹ്കാമുകൾക്ക് നീ പൂർണ്ണമായി വിധേയപ്പെടണം. നീ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ കാണുന്ന സമയത്ത് എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നീ അള്ളാഹിനോട് സൽസ്വഭാവത്തിൽ പെരുമാറിയിട്ടില്ല, അള്ളാഹിൻ്റെ ദീനിനോട് മര്യാദ നീ കാണിച്ചിട്ടില്ല. എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല, എനിക്കിതിൽ കുറച്ചേ പറ്റുള്ളൂ, ചിലതൊന്നും എനിക്ക് സാധിക്കില്ല, ചിലത് എനിക്ക് യോജിക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ റബ്ബിനോട് എന്ത് കാണിച്ചിട്ടില്ല? ഹുസ്നുൽ ഖുലുഖ് കാണിച്ചില്ല. അവനെ സൽസ്വഭാവം എന്ന് വിളിക്കൂല. അവൻ ആളുകളെ കാണുമ്പോൾ നല്ല പുഞ്ചിരിക്കുന്നവനാകട്ടെ, ആളുകൾക്ക് ഒരുപാട് സമ്പത്തും ദാനങ്ങളൊക്കെ നൽകുന്നവനാകട്ടെ, ജനങ്ങളെ ഭയങ്കരമായി കൂട്ടിപ്പിടിക്കുന്ന ആളുകളൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നവനാകട്ടെ, അള്ളാഹിൻ്റെ ദീനിനോട് അവൻ്റെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ ദീനിൻ്റെ നിയമങ്ങൾ അതെനിക്ക് പറ്റൂല, അതെനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല, അതെനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നതെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ സൽസ്വഭാവിയല്ല. കാരണം ഹുസ്നുൽ ഖുൽഖ് ആദ്യം വേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ്. അതില്ലാത്തവൻ ജനങ്ങളോട് മാത്രം സൽസ്വഭാവിയായിട്ട് യാതൊരു കാര്യമില്ല. അള്ളാഹിൻ്റെ ദീന് അത് പൂർണ്ണമായി അവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അത് ചിലത് ഉൾക്കുന്നു, ചിലത് ഒഴിവാക്കുന്നു, അവൻ നല്ല സ്വഭാവക്കാരനല്ല. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറിലുള്ള വിശ്വാസത്തിൽ അവന് പൂർണ്ണമായിട്ടില്ല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ റബ്ബിലേക്ക് കരങ്ങൾ ഉയരുന്നില്ല. പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാം ഉപേക്ഷിച്ച് പോകണം, എനിക്കിനി സാധിക്കുകയില്ല, ഞാൻ ഇത്രയും കാലം ഇത്ര നല്ല മനുഷ്യനായിട്ടൊക്കെ ജീവിച്ചിട്ട് എല്ലാ ദുരിതവും എനിക്ക് തന്നെ, എല്ലാ പ്രയാസങ്ങളും എനിക്ക് തന്നെ എന്ന് പറഞ്ഞ് അവൻ പൊറുതികേട് കാണിച്ചിട്ട് ക്ഷമയില്ലാതെ ജീവിക്കുന്നവനും അള്ളാഹുവിനോട് ഹുസ്നുൽ ഖുൽഖ് കാണിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, റബ്ബിനോട് സൽസ്വഭാവികളായി നമ്മൾ മാറണം. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പൊതുവേ നമ്മുടെ തലയിലേക്ക് വരുന്നത് ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്ന സൽസ്വഭാവം ജനങ്ങളോട് കാണിക്കേണ്ടത്. ഇതും നമ്മൾ ചെയ്യേണ്ടതാണ്. ജനങ്ങളോടുള്ള സൽസ്വഭാവം അത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് നന്മകൾ നീ ചെയ്യലാണ്, അവർക്ക് സാധിക്കുന്ന നന്മകളൊക്കെ ചെയ്യുക. ബദ്ലുൽ മഅറൂഫ്, സാധിക്കുന്ന നന്മകളൊക്കെ അവർക്ക് നൽകുക. അതേപോലെ തന്നെ നീ അവർക്ക് ഒരു ഉപദ്രവവും നീ ചെയ്യാൻ പാടില്ല. നാവ് കൊണ്ട് പാടില്ല, കൈ കൊണ്ട് പാടില്ല, നിന്റെ ശരീരത്തിൻ്റെ ഒരു അവയവം കൊണ്ടും പാടില്ല, അവരൊരു നിലക്കും നീ പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇതാണ് ജനങ്ങളുള്ള ഹുസ്നുൽ ഖുൽഖ്. അതോടൊപ്പം അവർ പറഞ്ഞതാണ് ത്വലാഖത്തുൽ വജ്ഹ്, ആളുകളെ കാണുമ്പോൾ ചിരിക്കുന്നത് സൽസ്വഭാവം എന്നാണ്. ആളുകളെ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളത്, അവരെ പരിഗണിക്കുക എന്നുള്ളത് അത് ജനങ്ങളോടുള്ള സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം പല ജനങ്ങളോടും നമുക്ക് ആകെ കാണാനുണ്ടാകുന്നത് ഈ പുഞ്ചിരി മാത്രമായിരിക്കും. കാരണം ഭൂമിയിലുള്ള എല്ലാ ആളുകളോടും നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരമോ എല്ലാ ആളുകളെയും നമ്മൾ ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ ഹുസ്നുൽ ഖുൽഖുള്ള ഒരാൾ ജനങ്ങളെ കാണുന്ന സമയത്ത് അവരോട് പുഞ്ചിരിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതുപോലെയാണ്? അൽ ബിറു ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. അഥവാ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അറഫ. അതേപോലെ ബിറിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹുസ്നുൽ ഖുൽഖ് എന്നുള്ളതാണ്. അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറഞ്ഞ പോലെയാണ്. ദുആ, പ്രാർത്ഥന, അത് തന്നെയാണ് ആരാധന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇബാദത്തുകളിൽ ആകെ ദുആ മാത്രമാണെന്നാണോ? അല്ല, ഇബാദത്തുകളിലെ അതിന്റെ മജ്ജയാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരുപാട് ഹദീസിൽ ഹുസ്നുൽ ഖുൽഖിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവോളം പറഞ്ഞിട്ടുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ, മുഅ്മിനീങ്ങളിൽ അവന്റെ ഈമാൻ പൂർത്തീകരിച്ചത് ആര് മാത്രമേ ഉള്ളൂ? അഹ്സനുഹും ഖുലുഖ, സ്വഭാവം നന്നാക്കിയവർ മാത്രമേ ഉള്ളൂ. സ്വഭാവം ഒരാൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈമാനിന് വലിയ രീതിയിൽ കുറവുണ്ട്, അത് പൂർത്തിയായിട്ടില്ല. വലിയ രീതിയിൽ കുറവുണ്ട്, അത് പൂർത്തിയായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഇതാണ് അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ കുറിച്ച് പറഞ്ഞത്? ബിറിനെ കുറിച്ച് പറഞ്ഞത്. സ്വൽസ്വഭാവമാണ് എന്ന് ഒറ്റ വാക്കിൽ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. വൽ ഇസ്മു മഹാക ഫീ നഫ്സിക്, പിന്നീട് പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. പാപം എന്ന് പറയുന്നത് മഹാക ഫീ നഫ്സിക്, അതിൻ്റെ ഹൃദയത്തിനൊരു ചൊറിച്ചലുണ്ടാക്കുന്ന കാര്യമാണ്. വ കരിഹത അൻ യത്തലിഅ അലൈഹിൻ നാസ്, ജനങ്ങൾ അതിലേക്ക് നോക്കുന്നത്, അത് നീ ചെയ്യുന്ന സമയത്ത് ജനങ്ങളത് അറിയുന്നത്, ജനങ്ങളത് കാണുന്നത് നീ എന്ത് ചെയ്യുന്നുണ്ട്? വെറുക്കുന്നുണ്ട്. എങ്കിൽ മനസ്സിലായിക്കോളൂ ആ ചെയ്യുന്ന കാര്യം അത് പാപമാണ് എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അൽ ഇസ്മു മഹാക ഫീ നഫ്സിക്, നിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സംശയമാണ്. അത് ചെയ്യുമ്പോൾ ഒരു സംശയം നിനക്കുണ്ട്, ഒരു റാഹത്ത് കിട്ടുന്നില്ല, മനസ്സ് അതിലങ്ങോട്ട് അടുക്കുന്നില്ല. അത് ചെയ്യുമ്പോൾ നിനക്ക് എപ്പോൾ ഒരു പ്രയാസമുണ്ട്. അത്തരം കാര്യങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. പക്ഷെ പണ്ഡിതന്മാർ ഇവിടെ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് അത് എല്ലാവരും മനസ്സ് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാവരുടെ മനസ്സും എല്ലാ അവസ്ഥയിലുള്ള മനസ്സും ഇവിടെ പരിഗണിക്കാൻ പാടില്ല എന്നാണ്. കാരണം നഫ്സ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. നഫ്സ് 3 തരത്തിലുണ്ട്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള നഫ്സുള്ള ആളുകളുണ്ട്. ഒന്ന് അൻ നഫ്സു അൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ നഫ്സ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. 2 അൻ നഫ്സുൽ ലവ്വാമ, സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്ന നഫ്സ് ഉണ്ട്. പാപങ്ങൾ ചെയ്തിട്ട് എപ്പോഴും സ്വന്തത്തിന് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന, പ്രയാസം ഉണ്ടാകുന്നത്, പാപങ്ങളിൽ വിഷമിക്കുന്ന നഫ്സുണ്ട്. 3 അൻ നഫ്സു അമ്മാറത്തും ബിസ്സു, തിന്മകൾ ചെയ്യാൻ എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സുണ്ട്. ഈ 3 തരത്തിലുള്ള നഫ്സും ഉണ്ട്.
പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഇത് മൂന്നും ഒരു വ്യക്തിയിൽ തന്നെ വ്യത്യസ്ത സമയങ്ങളിലുണ്ടാകും. ചില സമയത്ത് നല്ല തിന്മകൾ ചെയ്യാനുള്ള ആഗ്രഹമുള്ള സമയം ഉണ്ടാകും, ചില സമയത്ത് തിന്മകൾ ചെയ്തിട്ട് അതിനെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും, ചില സമയത്ത് സമാധാനമടഞ്ഞ് നല്ല രീതിയിലുള്ള ശാന്തമായ മനസ്സും ആളുകൾക്ക് ഉണ്ടാകും. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് 3 തരം ആളുകളാണ്. സമാധാനമടഞ്ഞ ആത്മാവുള്ള നഫ്സുള്ള ആളുകളുണ്ട്, കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്, അതേപോലെ തിന്മകൾ ചെയ്യാൻ കൽപ്പിക്കുന്ന മനസ്സുള്ള ആളുകളുമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ മാ ഹാക ഫീ നഫ്സിക്, നിന്റെ നഫ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ പറയുന്നു ഹിയ നഫ്സുൽ മുത്മഇന്നതു ഔ നഫ്സുൽ ലവ്വാമ. 2 നഫ്സ് അതിൽ പെടുന്നുള്ളൂ. ഒന്ന് സമാധാനമടഞ്ഞ നഫ്സിന്, അതിനാണ് തിന്മകൾ ചെയ്യുമ്പോൾ ചൊറിച്ചൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സ്വന്തത്തെ കുറ്റം പറയുന്ന നഫ്സുണ്ട്, അവർക്ക് മാത്രമേ തിന്മകൾ ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാകൂ. എന്നാൽ മൂന്നാമത്തെ തിന്മകൾ കൊണ്ട് കൽപ്പിക്കുന്ന, തിന്മകൾ ചെയ്യാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളുടെ നഫ്സ് പരിഗണിക്കുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ തിന്മകൾ ചെയ്യുമ്പോൾ പ്രയാസമുണ്ടാകുക എന്നുള്ളത് മാത്രമല്ല, അവർ ആ തിന്മകൾ ആളുകളോട് പറയുന്നതിൽ അഹങ്കരിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ പോയി ഇന്ന തിന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര സ്ത്രീകളെ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര ഇനങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന രൂപത്തിലുള്ള മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞാൻ ഇന്ന ആളുകളൊക്കെ വഞ്ചിച്ചിട്ടുണ്ട്. ഇതൊന്നും പറയുമ്പോൾ മനസ്സിലൊരു ചൊറിച്ചിലോ പ്രയാസമോ ഇല്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ യാതൊരു കുഴപ്പമില്ല, അതിൽ സന്തോഷിക്കുന്ന, ആഹ്ലാദം കെട്ടുത്തുന്ന അത്തരം മോശപ്പെട്ട കൽബിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയ ആളുകൾ പോലെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു അടിസ്ഥാന കായികയായി പറഞ്ഞതല്ല ഒരു തിന്മ എന്ന് പറയുമ്പോൾ മനസ്സിന് ചൊറിച്ചലുണ്ടാക്കുക എന്നുള്ളത്. അത് നല്ല രീതിയിൽ പുണ്യങ്ങളൊക്കെ ചെയ്ത് കൽബ് നന്നായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള കൽബിനെ നന്നാക്കുന്ന ആളുകൾക്കാണ് എന്തെങ്കിലുമൊക്കെ അറിയാതെ ഏതെങ്കിലുമൊക്കെ തിന്മ പെടുന്ന സമയത്ത്, അത് ചെയ്യാൻ തോന്നുന്ന സമയത്ത് മനസ്സിലൊരു ചൊറിച്ചൽ ഉണ്ടാക്കുകയുള്ളൂ. അത് എല്ലാ ആളുകൾക്കും ഉണ്ടാവുകയില്ല എന്നാണ്, എല്ലാ ആളുകൾക്കും ഉണ്ടാവുകയില്ല. അങ്ങനെ ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ അത് നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം നമ്മുടെ മനസ്സ് അത്ര ദുഷിച്ചു പോയിട്ടില്ല. എന്നാൽ തിന്മകൾ ചെയ്യുന്ന സമയത്ത് യാതൊരു ചൊറിച്ചിലും നമുക്കില്ല എങ്കിൽ നമ്മുടെ കൽബ് വളരെ മോശമായി പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അൽ ഇസ്മു മാ ഹാക ഫീ നഫ്സിക്. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വകരിഹത അൻ യത്തലിഅ അലൈഹിൻ നാസ്. ജനങ്ങൾ എത്തി നോക്കുന്നത്, ജനങ്ങൾ അത് അറിയുന്നത് നീ വെറുക്കുന്നുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറയാണ് ജനങ്ങൾ നമ്മളിലേക്ക് എത്തി നോക്കുന്ന കാര്യം വെറുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരൊറ്റ ഇനമല്ല. ജനങ്ങൾ നമ്മളിലേക്ക് എത്തി നോക്കുന്നത്, നമ്മളുടെ കാര്യങ്ങൾ അറിയുന്നത്, നമ്മൾ വെറുക്കുന്നത് എല്ലായ്പ്പോഴും തെറ്റല്ല, എല്ലായ്പ്പോഴും പാപമല്ല. കാരണം അത് വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അവർ പറയുന്നു അവൽ അയ്യക്രഹൽ ഇൻസാനു അയ്യത്തലി അന്നാസു അല ഉമൂരി ദുനിയവിയ. ഒരാളുടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നതിനെ വെറുക്കുന്നു. അതായത് ഒരാളുടെ സമ്പത്ത്, അയാളുടെ സാലറി ഇത്രയുണ്ട്, അയാളുടെ കുട്ടികളെ കുറിച്ചിട്ട്, അയാളുടെ വീടിനെ കുറിച്ചിട്ട്, ഇതിലേക്കൊക്കെ ജനങ്ങൾ എത്തി നോക്കുന്നത്, ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമല്ല. മറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് മിനൽ ഹിക്മ, ഒരാളുടെ ഹിക്മത്തിന്റെ, ബുദ്ധിയുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ് എന്ത്, അൻ യഹ്രിസൽ ഇൻസാനു അല അല്ലാ യത്തലി അന്നാസു അല ഉമൂരി ദുനിയവിയ. ജനങ്ങളാരും തന്നെ ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് നോക്കരുത് എന്ന് ആഗ്രഹിക്കൽ ഒരാളുടെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അലൽ അക്കൽ ഹത്താ യക്ഫി നഫ്സഹു വമൻ യുഹിബ്ബ ശർറൽ ഐൻ ഫഇന്നൽ ഐന ഹഖ്ഖുൻ. കാരണം ഏറ്റവും കുറഞ്ഞത് കണ്ണേറ് ബാധിക്കാതിരിക്കാനെങ്കിലും എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങൾ ആളുകളൊക്കെ അറിയുമ്പോൾ അത് അവൻ ആഗ്രഹിക്കും. ഫഇന്നൽ ഐന ഹഖ്ഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ കണ്ണേറ് സത്യമാണ് എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ് വമിനൽ അസഫി ഷദീദ്, ഭയങ്കര പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അന്ന ഫീ ജമനിൻ ഖല്ലത് ഫീഹിൽ ഹിക്മ വകസുറ ഫീഹി സഫർ. നമ്മൾ വളരെയധികം ദുഃഖമാർന്നൊരു കാലഘട്ടത്തിലാണ് ഉള്ളത്. ജനങ്ങൾ വലിയൊരു വിഭാഗത്തിന് യാതൊരു ഹിക്മത്തുമില്ല, യാതൊരു ഹിക്മത്തില്ലാതെ അവർ വിഡ്ഢിത്തങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഫതജിദുൽ ഇൻസാനു യഹ്രിസു അലാ അൻ യഅരിദ ഉമൂറഹു അലൻ നാസ് യുസവ്വിറു ബൈതഹു യുസവ്വിറു അസാസഹു ഇദ ഇശ്തറ ഖലമൻ സവ്വറഹു ഇദ ഇശ്തറ കുർസിയൻ സവ്വറഹു ഇദ ഇശ്തറ മക്തബതൻ സവ്വറഹ. ഇതൊക്കെ അദ്ദേഹം പറയാണ്. ജനങ്ങൾ ഇതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വീട് അതിങ്ങനെ ഫോട്ടോ എടുത്ത് അതിങ്ങനെ വിടുക, കാർ എടുത്തു അത് ഫോട്ടോ എടുത്ത് അത് വിടുക, അതേപോലെ എന്തെങ്കിലും ഫർണിച്ചർ എടുത്താൽ അത് വിടുക, ഒരു പേന എടുത്താൽ പോലും അത് ഫോട്ടോ എടുത്ത് വിടുക, ഒരു കസേര ഉണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് വിടുക. ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്, ഇതൊക്കെ ജനങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വഅശദ്ദു മിൻ ഹാദാ യുസവ്വിറു ഔലാദ. ഇതിൽ ഏറ്റവും മോശപ്പെട്ട അദ്ദേഹം പറയാണ് കുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിടുക എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മോശമാണ്. അദ്ദേഹം പറയുന്നു ഒന്നാമത്തെ കാര്യം, ആ കുട്ടികൾക്ക് കണ്ണേറും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആളുകളുടെ കണ്ണേറും മറ്റുമൊക്കെ നമ്മൾ വഴിയിൽ പോകുന്ന കണ്ണേറൊക്കെ പിടിച്ചു വാങ്ങുന്നൊരു രീതിയാണ് ഇത്തരം സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, ഇത് കണ്ണേർ സത്യമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതല്ലാതെ വരികയില്ല. ചില ആളുകൾക്ക് അതാ കണ്ണേർ
സത്യമാണ്, കണ്ണേർ ഉണ്ടാകുമെന്നൊക്കെ നമ്മളങ്ങനെ ഭയക്കേണ്ടതുണ്ട്. നമ്മളങ്ങനെ ഭയക്കുക എന്നുള്ളത് ഏതർത്ഥത്തിലാണ് സഹോദരങ്ങളെ? അല്ലെ, നമ്മളൊരാൾ റോഡിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ എപ്പോഴും വന്ന് വാഹനം അടിക്കണം എന്നില്ല. പക്ഷേ അരുവിലൂടെ പോകലാണ് സേഫ്. റോഡിൻ്റെ നടുവിൽ പോയ വാഹനം അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റോഡിൻ്റെ നടുവിലൂടെ പോകാത്തത് എന്താ? നമ്മൾ ഏത് നിലക്കുള്ള പേടിയാണത്? അത് മാനുഷികമായ തുകയായ പേടിയാണ്. അതേ പേടി മാത്രമാണ് കണ്ണേർ തട്ടരുത് എന്നുള്ളത്. അതല്ലാതെ ആ മറഞ്ഞ മാർഗത്തിൽ, അദൃശ്യ മാർഗത്തിൽ അള്ളാഹുവിനല്ലാതെ ഒരാളെ നമ്മൾ ഭയപ്പെടുന്നില്ല. അള്ളാഹുവിനല്ലാതെ ഒരാളെ നമ്മൾ ഭയപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കണ്ണേർ സത്യമാണ് എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, യാഥാർത്ഥ്യമാണ് എന്നാണ്. യാഥാർത്ഥ്യമായി അത് സംഭവിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥനകളിൽ നമുക്ക് ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. 3 പ്രാവശ്യം പറയാൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളാണ്. അത് പ്രാർത്ഥിച്ചാൽ കണ്ണേറിൽ നിന്നും ജന്തുക്കളുടെ ഷർറിൽ നിന്നും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷ തരും എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കണ്ണേറുകൾ ഏൽക്കാൻ ഉള്ള സാധ്യതകളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ വേറെയും ചില ദോഷങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരാൾക്ക് നല്ല ഭക്ഷണം ഉണ്ട്, നല്ല ഭക്ഷണം കഴിച്ചു, ആ രൂപത്തിൽ നല്ല രൂപത്തിലുള്ള കാറ് വാങ്ങി, നല്ല രൂപത്തിൽ വീടുണ്ടാക്കി, ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് വിഷമിക്കും. അവരുടെ മനസ്സിലിങ്ങനെ പ്രയാസമോ, എനിക്കിതൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ട് എനിക്കിങ്ങനെ ഒരു കാറപ്പാണ് ഞാൻ വാങ്ങുന്നത്, ഞാൻ എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വീടെടുക്കുന്നത്, ഞാൻ എപ്പോഴാണ് ഇത്രയും നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്, ഈ രൂപത്തിൽ ചിന്തകളാണ്. അതുകൊണ്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ ശുക്ർ ചെയ്യുക, അത് 4 ആളെ അറിയിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് ബുദ്ധിക്ക് യോജിക്കുന്ന ഒരു കാര്യമേ അല്ല. അതേപോലെ തന്നെ നല്ലൊരു നടപ്പിനും യോജിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് വലിയ ആളുകളായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വാഴ്ത്തപ്പെടുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായ, ആളുകളുടെ ബുദ്ധി വളരെ കുറഞ്ഞുപോയി, നിലവാരം കുറഞ്ഞുപോയി എന്ന് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അഥവാ ഇത്തരം ആളുകൾ നോക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ വെറുക്കും, അവൻ്റെ മഹറമായ ആളുകളെ ജനങ്ങൾ നോക്കുന്നത് വെറുക്കും. വഹാദ മിനൽ മുറുഅ വമിന ദിയാൻ, ഇതൊരാളെ ദീനിൻ്റെ ഭാഗമാണ്. തൻ്റെ മഹറമായ ഒരാളെ അദ്ദേഹം പറയുന്നു, തൻ്റെ കുടുംബത്തെ, ഉമ്മയെ, സഹോദരിമാരെ, ഭാര്യയെ, ഇതൊക്കെ ജനങ്ങൾ കാണുന്നത് ഒരാൾ വെറുക്കുക എന്ന് പറയുന്നത് അത് ഒരാളുടെ ദീനിൻ്റെ ഭാഗമാണ്. അല്ല, ദീനിൻ്റെ ഭാഗമാണ്. ഹിജാബൊക്കെ ധരിച്ച് നമ്മുടെ സ്ത്രീകൾ ഉണ്ടാകണം. നമ്മുടെ സ്ത്രീകളുടെ സൗന്ദര്യം നമ്മുടെ ഉമ്മയുടേതാകട്ടെ, ഭാര്യയുടേതാകട്ടെ, പെൺമക്കളുടേതാകട്ടെ, അത് നാട്ടുകാർക്കും കണ്ട റോഡിലും മറ്റുമൊക്കെ പോകുന്ന ഞരമ്പന്മാർക്കും ആസ്വദിക്കാനുള്ളതല്ല എന്നുള്ളത് ഒരാൾ ചിന്തിക്കുകയും അങ്ങനെ അവരുടെ മഹറമുകളായ ആളുകളെ മറ്റുള്ളവർ കാണുന്നതും മറ്റുമൊക്കെ നമ്മൾ വെറുക്കുകയും ചെയ്യുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല. മറിച്ച് ഒരാളുടെ ദീനിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. അതൊരാളുടെ ദീനിൻ്റെ ഭാഗമാണ്. അദ്ദേഹം പറയാൻ വലിൽ അസിഫ്, എന്നാൽ വളരെ ഖേദകരമാണ്. ചില ആളുകൾ വളരെ വിഡ്ഢികളായ ആളുകളാണ്. അവൻ്റെ ഉമ്മയെ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് അവൻ്റെ ഉമ്മയുടെ സഹോദരിമാരെ ഫോട്ടോ എടുക്കുന്നു, ഭാര്യമാരെ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ടിത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ എത്രയോ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധങ്ങൾ, തൻ്റെ ഭാര്യയുമായിട്ട് അവിടെ പോയത്, ഇവിടെ ഇരുന്നത്, അവിടെ ഇരുന്നത്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അതിന് മാർക്കിടുകയാണ്. ഭാര്യ പോരാ, അവളുടെ ഇത്ര പോരാ, ഇവന് യോജിക്കുന്നില്ല, അവന് യോജിക്കുന്നില്ല. ഈ രൂപത്തിലും മറ്റുമൊക്കെ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നാട്ടുകാരെ ആസ്വദിക്കാൻ നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വിട്ടുകൊടുക്കുക എന്നുള്ളത് എത്ര വലിയ വിഡ്ഢിത്തരമുള്ള കാര്യമാണ്, എത്ര വലിയ മോശപ്പെട്ട കാര്യമാണ്. അതൊരാൾ വെറുക്കുക എന്നുള്ളത് അത് ദീനിൻ്റെ ഭാഗമാണ്. ഈ ഹദീസിൽ പറഞ്ഞ ആ ഭാഗത്തിൽ പെടുന്നതല്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇനമായി പറയുന്നു, അയ്യക്രഹൽ ഇൻസാൻ അയ്യത്തലി അന്നാസു അല അമാലി സ്വാലിഹ അല്ലതി മിൻ ശഅനിഹാ അൽ ഇഖ്ഫ. മറച്ചു വെക്കേണ്ട സൽക്കർമ്മങ്ങൾ ആളുകൾ കാണുന്നതിന് ഒരാൾ വെറുക്കുക എന്ന് പറയുന്നത് അത് ദീനിൽപ്പെട്ടതാണ്, ഈ ഹദീസിൽപ്പെട്ട കാര്യമല്ല. അതായത് ഈ ഹദീസിൽ പറഞ്ഞ ആളുകൾ കാണുന്നത് വെറുക്കുക എന്നുള്ളത് പാപാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് അതിൽപ്പെട്ടതല്ല. മൂന്നാമത്തെ ഇനം അതാണ്. അതായത് സദക്കകൾ ആളുകൾ കാണാതെ കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇതൊന്നും ജനങ്ങൾ അറിയരുതെന്ന് ഒരാൾ ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഞാൻ ഒരാൾ വലത് കൈ കൊടുത്താൽ ഇടത് കൈ അറിയരുത് എന്ന് പറയുന്ന രൂപത്തിൽ മറച്ചു വെക്കേണ്ട സൽക്കർമ്മങ്ങൾ ആളുകൾ അറിയരുത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ലോകമാന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതേറെ സഹായിക്കുന്ന കാര്യമാണ്. നാലാമതായി അദ്ദേഹം പറയുന്നു, യക്റഹൽ ഇൻസാനു യത്തലി അന്നാസു അല അമാലി സ്വാലിഹ അല്ലതി മിൻ ശഅനിഹാ അൽ ഇഅലാൻ. ഇത് ആക്ഷേപകരമായ ഒരു കാര്യമാണ്. അഥവാ വെളിവാക്കേണ്ടതായ ചില സൽക്കർമ്മങ്ങളുണ്ട്. അത് ജനങ്ങൾ കാണുന്നത് വെറുത്തിട്ട് ഒരാളത് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ അത് ആക്ഷേപിക്കപ്പെടേണ്ട കാര്യമാണ്, അത് പാപവുമാണ്. അതായത് മസ്ജിദിൽ വന്നു കഴിഞ്ഞാൽ 4 ആൾ കാണും, എൻ്റെ അമലുകൾ ആൾ കാണും എന്ന് പറഞ്ഞ ഒരാൾ വീട്ടിൽ നിസ്കരിക്കാൻ തുടങ്ങിയാലോ അത് പാപമാണ്, അത് പാപമാണ്, അത് തെറ്റാണ്, അത് ശരിയല്ല. അതേപോലെയുള്ള കാര്യങ്ങളുണ്ടാകും.
ജനങ്ങളോടൊപ്പം ചെയ്യേണ്ട, പരസ്യമായി ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് ഒരാൾ വിട്ടു നിൽക്കുക എന്നുള്ളത് അത് ശരിയല്ല. അഞ്ചാമത്തെ കാര്യമാണ് അദ്ദേഹം ഈ ഹദീസിൽ വരുന്ന കാര്യമായി പറയുന്നത്, അയ്യക്റഹൽ ഇൻസാനു അയ്യത്തലി അന്നാസു അലാ അമലിൻ മഖാഫത അൻ യുആബ് ഔ യുദം. ഒരാൾ ഒരു അമൽ ചെയ്യുന്നു, അത് ചെയ്യുമ്പോൾ ആളുകൾ കാണുന്നതിനെ അവൻ ഭയപ്പെടുന്നു, ആളുകൾ ആക്ഷേപിക്കുന്നതിനെ ഭയപ്പെടുന്നു. അത്തരം കർമ്മങ്ങളാണ് ഇവിടെ പാപങ്ങൾ എന്ന് പറയുന്നത്. അത് ജനങ്ങൾ ഇത് കാണുന്നതിന് അവനൊരു ഭയം മനസ്സിലുണ്ടാകുന്നുണ്ട്, ജനങ്ങൾ കാണുന്നതിന് ഭയം ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ പറഞ്ഞത്. അങ്ങനെ നമുക്കൊരു കാര്യത്തെ തോന്നുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ അത് പാപമാണ്, മനസ്സിലാക്കിക്കൊള്ളൂ അത് പാപമാണ്. നാം നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള മനസ്സ്, സമാധാനമടഞ്ഞ മനസ്സ്, അതേപോലെ നല്ല നിലക്കുള്ളൊരു മനസ്സുള്ള ഒരാൾക്ക് ചില കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രയാസം ഉണ്ടാവുകയാണ്. ആളുകൾ അറിയുന്നതിന് അവൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ജനങ്ങൾ അറിയരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് തിന്മയാണ് എന്നാണ് ഈ ഹദീസിൽ സഹോദരങ്ങളെ പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, ഇതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട്, അന്നൽ മുസ്ലിം ഇദാ തറദ്ദദ ഫിൽ അംരി വഹാക ഫി സദ്രി. ഒരു മുസ്ലിമിന് ഒരു മനസ്സിലൊരു പ്രയാസമുണ്ടായി, ഒരു സംശയമുണ്ടായി, വേണോ വേണ്ടേ എന്നുള്ള സംശയം കൽബിലുണ്ടായി, ഒരു ചൊറിച്ചിലുണ്ടാകുന്നു. അവൻ ഫഇന്നഹു യഅമലു മാ തബ്റഉ ബിഹി അദ്ദിമ്മ. അവൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് ചെയ്യേണ്ടത്. വയസ്ലമു ബിഹി മിനൽ ഇസ്ം വയസ്ലമു ബിഹി മിനൽ ഐബ്. അവൻ കുറ്റമുണ്ടാകുന്ന, കുറവ് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്ന മാർഗങ്ങൾ ചെയ്യണം. ചില ഉദാഹരണങ്ങൾ പറയാൻ അദ്ദേഹം പറയുന്നു, അയ്യതആറള ദലീലാൻ. നമുക്ക് രണ്ട് തെളിവുകൾ കിട്ടി ഒരു വിഷയത്തിൽ ചെയ്യുന്നു. ഫയഖൂൽ ബഅദുൽ ഉലമാ ബിഖൗലിൻ വലഹും ദലീൽ. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇങ്ങനെയാണ്, ഇതാണ് അതിന്റെ ദലീൽ എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം പറഞ്ഞു. വയഖൂൽ ബഅദുൽ ഉലമാ ബിഖൗലിൻ വലഹും ദലീൽ. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അവർ അതിന്റെ തെളിവ് പറഞ്ഞു, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടും നമുക്ക് ഒരേപോലെ തോന്നുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഉദാഹരണം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഹൈലുള്ള സ്ത്രീകൾ, ആർത്തവമുള്ള സ്ത്രീകൾ മസ്ജിദിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാരിൽ പറഞ്ഞു, ചിലർ പറഞ്ഞു ഹൈലുള്ള സ്ത്രീകൾ മസ്ജിദിൽ കയറുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ വളരെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് പാടില്ല. എന്നാൽ രണ്ടുപേരും തെളിവിന്റെ സാന്നിധ്യം എടുത്തു കൊണ്ടുവരും, രണ്ടുപേർക്കും ശക്തമായ തെളിവുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു സാധാരണക്കാരനായ ഒരാൾ എന്ത് ചെയ്യും? ഒരു സാധാരണക്കാരി, ഒരു സ്ത്രീ എന്ത് ചെയ്യും? അദ്ദേഹം പറയുന്നു, അത്തരം സാഹചര്യങ്ങളിൽ അവർ ആക്ഷേപിക്കപ്പെടാതിരിക്കാൻ എല്ലാവരുടെ അടുക്കലും സ്വീകാര്യമായ ഒരു അഭിപ്രായം സ്വീകരിക്കലാണ് അഭികാമ്യമായിട്ടുള്ളത്. കാരണം മസ്ജിദിൽ വരാതിരിക്കുന്നത് സ്ത്രീക്ക് കുറ്റാണെന്ന് ആരും പറയില്ലല്ലോ. ഒരു സ്ത്രീ മസ്ജിദിൽ വന്നിട്ടില്ലെങ്കിൽ അത് പാപമാണ് എന്ന് ആരും പറയുകയില്ല. എന്നാൽ ഹൈദുള്ള ഒരു സ്ത്രീ മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ ഒരുപാട് പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് നിഷിദ്ധമാണ് എന്നാണ്. അത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവൾ വീട്ടിലിരുന്നാൽ മതിയാകുന്നതാണ്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം മസ്ജിദിൽ ജമാഅത്തിൽ പങ്കെടുക്കൽ നിർബന്ധമുള്ള ഒരാളല്ല സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ, സംശയമുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളിൽ അവൾ എന്ത് ചെയ്യട്ടെ? അത്തരം സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. രണ്ടാമതായി അദ്ദേഹം പറയാണ്, അത് പല ആളുകൾക്കും സാമ്പത്തികമായ മേഖലയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്, അല്ലെങ്കിൽ അവർക്ക് എടുക്കാവുന്ന നിലപാടാണ്. അദ്ദേഹം പറയുന്നു, യുഫ്തി അൽ മുസ്ലിം മുഫ്തിയാൻ. രണ്ട് മുഫ്തി ഒരാൾക്കൊരു അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാളുകൾ നല്ല അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്, തെളിവുകളൊക്കെ വെച്ച് സംസാരിക്കാൻ സാധിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള സാമ്പത്തികമായ ഒരു വിഷയമായി ചോദിച്ചപ്പോൾ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇത് അനുവദനീയമാണ്, ഇത് നിങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ വേറൊരു പണ്ഡിതൻ നമ്മളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിൽ പലിശയുണ്ട്, ആ രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരായി തെളിവുകളെ വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കാനൊന്നും പറ്റാത്ത ഒരു സാധാരണക്കാരൻ എന്തായിരിക്കും അവിടെ ചെയ്യേണ്ടത്? രണ്ടും അറിയപ്പെട്ട നല്ല പണ്ഡിതന്മാരാണ്. ഒരാൾ പറഞ്ഞു ഇത് കുഴപ്പമില്ല, വേറൊരാൾ പറയുന്നു ഇല്ല, ഇത് പലിശയുടെ ഇനമുണ്ട്, ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല. അദ്ദേഹം പറയുന്നു, അവൻ തൻ്റെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സെന്താണ് മനസ്സിന് തോന്നുന്നത്? മനസ്സിന് അത് മുന്നോട്ടേക്ക് പോകാനാണോ തോന്നുന്നത്? അതല്ല, ഇങ്ങനൊരു പലിശയുടെ ഇനമുണ്ട് എന്ന് പറയുന്ന സമയത്ത് മനസ്സിനൊരു പ്രയാസമുണ്ടോ? എങ്കിൽ അവൻ ആ കാര്യം ഉപേക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പറയുന്നതാണ്, നമ്മുടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാകുക എന്നുള്ളതും നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ തന്നെ കാണുന്നത് വെറുക്കുന്ന ഒരു രംഗത്തിലാണ് അതും പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ സംശയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് ആളുകളോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവിടെ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇഅ്തികാഫിൽ ഇരുന്നപ്പോൾ നമ്മുടെ ഉമ്മയായ സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ കാണാൻ വേണ്ടി മുഅ്തഖഫിലേക്ക്, ഇഅ്തികാഫ് ഇരിക്കുന്നിടത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ പുറത്തേക്ക് പോയി സംസാരിച്ചിരിക്കുകയാണ്. രണ്ട് സ്വഹാബികൾ അതുവഴി കടന്നുപോയി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യയുമായി സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർ പെട്ടെന്ന് വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാമൊന്നും പറയാതെ വേഗത്തിൽ അവർ നടന്നു പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ റിസ്ലികുമാ, നിങ്ങൾ മതുക്കെ പോയാൽ മതി, ഇന്നഹ സഫിയ, ഇതെൻ്റെ ഭാര്യ സഫിയാണ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വ അലൈക യാ റസൂലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, താങ്കളുടെ വിഷയത്തിൽ ഞങ്ങളങ്ങനെ സംശയിക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുത്തുകയാണ്, ഇന്ന ശൈത്താൻ യജ്രി മിൻ ഇബ്നി ആദം മജ്റദ്ദം, പിശാച് മനുഷ്യന്റെ രക്തധമനിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ എപ്പോഴാണ് വസ്വാസ് ഉണ്ടാക്കുക എന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് അവിടെ സംശയം തീർത്തു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ട് നമ്മൾ ആരെങ്കിലും കണ്ടു, നമ്മൾ എന്ത് ചെയ്യണം? വളരെ പെട്ടെന്ന് ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം, ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് നിന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണ്. അവിടെ ഉണ്ടാതിരിക്കുക എന്നുള്ളതല്ല വേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, ഇത് ഒന്നാമത്തെ റിവായത്തിൽ വന്നതാണ്. വാസിബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അതൊന്ന് വിശദമായിട്ട് നമുക്ക് മറ്റതിന്റെ റിവായത്തിൽ കാണാൻ, വാസിബ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. വഫി നഫ്സി അല്ലാ അദ്അ ശൈഅൻ മിനൽ ബിർരി ഇല്ലാ വസഅൽതു അൻഹു, ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, എല്ലാ പുണ്യവും ഞാൻ ഇന്ന് ചോദിച്ചിട്ടേ അവിടുന്ന് പോവുള്ളൂ, എന്ത് നന്മയുണ്ടോ അത് ഞാൻ ചോദിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന ചിന്തയുമായിട്ടാണ് വാസിബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. അദ്ദേഹം പറയുന്നു, ഫദനൗതു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഉദ്നു യാ വാബിസ, വാബിസ നീ ഇതാ എൻ്റെ അടുക്കലേക്ക് എത്തൂ എന്ന് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, അങ്ങനെ അദ്ദേഹം പറയാണ്, ഫദനൗതു മിൻഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി. ഹത്ത മസ്സത് റുക്ബതൈ, എൻ്റെ രണ്ട് കാൽമുട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിനോട് ചേർക്കുവോളം ഞാൻ എന്ത് ചെയ്തു? അടുത്തേക്ക് എത്തി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖ്ബിറുക ബിമാ തുരീദു അൻ തസ്അല അൻ ഔ തസ്അൽ, നീ എന്താണോ ഉദ്ദേശിക്കുന്നത് ഞാൻ അറിയിക്കണോ അതല്ല നീ ചോദിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൽ തുഖ്ബിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾ എന്നെ അറിയിച്ചാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഅത തസ്അലു അനിൽ ബിർരി വൽ ഇസ്ം, നീ പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചോദിക്കാൻ വന്നവനാണ്, പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ചോദിക്കാനാണ് നീ വന്നത്. അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബിയുടെ മനസ്സിലുള്ള കാര്യം മനസ്സിലായത്? നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, അല്ലാഹുവിനല്ലാതെ ഗൈബ് അറിയുകയില്ല, അല്ലാഹുവിനല്ലാതെ ലാ യഅലമുൽ ഗൈബു ഇല്ലല്ലാഹ്, അല്ലാഹുക്കല്ലാതെ ഗൈബ് അറിയുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ചോദിക്കാൻ വന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്? ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അപ്പോൾ ഇറക്കി കൊടുത്തതാണ്, അല്ലാഹു തആല വഹി ഇറക്കി കൊടുത്തു, അല്ലാഹു തആല വഹി ഇറക്കി കൊടുത്തു, അത് അദ്ദേഹം അവിടുത്തെ മുഅ്ജിസത്താണ്. അതല്ലെങ്കിൽ ഫിറാസത്ത് എന്ന് പറയും, ഒരു മുഅ്മിനിന് ദീർഘവീക്ഷണം ഉണ്ടാകും, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഫിറാസത്ത് ഉണ്ടാകും, ഇതിങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്ന് ഉള്ള ഒരു കാര്യമായിരിക്കും. അതല്ലെങ്കിൽ പൊതുവെ ആദത്താണ്, അഥവാ അദ്ദേഹത്തിൻ്റെ വരവും അദ്ദേഹത്തിന് പൊതുവേ ഉള്ള രീതി കണ്ടിട്ട് ചില ഉസ്താദുമാർക്ക് അവരുടെ കുട്ടികളെ കുറിച്ചിട്ട് അവരെന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് പോലെ ആ നിലക്ക് ചോദിച്ചതാണ്. ഈ മൂന്നാലൊരു രീതിയിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് മനസ്സിലായിട്ടില്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുകയില്ല. എന്നാൽ ഇത്തരം മുത്തശാബിഹകളായ, ഇത്തരം സംശയം ഉണ്ടാക്കുന്നതായ കാര്യങ്ങളെ അതിൽ നിന്നും വളച്ചൊടിക്കുന്ന ആളുകൾക്ക്, അഹ്ലു തഅ്വീലിന്റെ ആളുകൾക്ക്, ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഹദീസുകളോ ആയത്തുകളോ പിന്നാലെ ആയിരിക്കും. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ പരീക്ഷണം. അള്ളാഹു മുഹ്കമായിട്ട് ഇപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ ഗൈബ് അറിയുകയില്ല, വേറൊരാൾക്കും ഗൈബ് അറിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവൻ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമെന്ന കടുത്ത ഷിർക്ക്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക് അവൻ വാദിക്കുകയാണ്. ശരി, അതാണ് അവിടെ വിഷയം. ജിഅത തസ്അലു അനിൽ ബിർരി വൽ ഇസ്ം, നീ പാപവും പുണ്യത്തെക്കുറിച്ചും ചോദിക്കുന്നതിന് വേണ്ടി വന്നവനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വന്നവനാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നു അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഉറപ്പോടുകൂടിയാണ് പറയുന്നത്. നമ്മൾ ഒരാൾ ഏകദേശം ഉറപ്പാവുമ്പോൾ നമ്മൾ അങ്ങനെ പറയും, ചോദ്യത്തിൽ ചോദിക്കൂല, നിന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് നമ്മൾ പറയും. നിന്നതിന് വന്നതാണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാക്കുമ്പോഴാണ്. അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്, ജിഅത തസ്അലു അനിൽ ബിർരി വൽ ഇസ്ം, പുണ്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നഅം, അതെ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ 3 വിരലുകൾ ഇങ്ങനെ കൽബിന്റെ ഭാഗത്തേക്ക്, ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക്, നീ നിന്റെ കൽബിനോട് ഫത്വ ചോദിക്കണം, നീ നിന്റെ മനസ്സിനോട് തന്നെ എന്ത് ചെയ്യണം? ഫത്വ ചോദിക്കണം. അൽ ബിർറു മത്മഅന്നത് ഇലൈഹി നഫ്സ് വത്മഅന്ന ഇലൈഹിൽ ഖൽബ്. ബിർ എന്ന് പറഞ്ഞാൽ, പുണ്യം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സും ശരീരവും, നിന്റെ കൽബും മനസ്സും ഒക്കെ, ഹൃദയവും ഒക്കെ നിന്റെ അതിലേക്ക് സമാധാനം അടയുന്ന, അതിലേക്ക് റാഹത്ത് കിട്ടുന്ന കാര്യമാണ്. നിനക്കൊരു പ്രയാസം അതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്.
ഇപ്പൊ നോക്കൂ, ഇവിടെ രണ്ട് ഹദീസുകളിൽ ബിറിനെ കുറിച്ച് രണ്ട് നിലക്കാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നവാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞു അൽ ബിറു ഹുസ്നുൽ ഖുലുഖ്, ബിർ എന്ന് പറഞ്ഞാൽ പുണ്യമാണ്, സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു അൽ ബിറു മത്മഅന്ന ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബ്. ബിർ എന്ന് പറഞ്ഞാൽ അത് നഫ്സും അതേപോലെ ഖൽബിനും സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് രണ്ട് രൂപത്തിൽ പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞു അൽ അവ്വലു ബയാനുൽ ലിസ്സാത്ത്, ഒന്നാമത്തത് എന്താണ് ബിർ എന്ന് പറയുന്ന കാര്യമാണ്. എന്നാൽ വസാനി ബയാനുൽ ലിൽ അലാമ, രണ്ടാമത്തത് അടയാളമാണ് പറയുന്നത്. ഒന്നാമത്തെ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറയുന്നത് ബിർ തന്നെയാണ്, അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് തന്നെ എടുത്തു പറഞ്ഞതാണ്. എന്നാൽ രണ്ടാമത്തത് ബയാനുൽ ലിൽ അലാമ, അതിന്റെ അടയാളമാണ് പറഞ്ഞത്. പുണ്യാണെങ്കിൽ നിന്റെ മനസ്സിന് സമാധാനം കിട്ടും, നിന്റെ കൽബിന് സമാധാനം കിട്ടും എന്ന നിലക്ക് ആ രണ്ട് രൂപത്തിലാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ ഈ വാചകം അൽ ബിറു മത്മഅന്നത് ഇലൈഹി നഫ്സു, നഫ്സിന് സമാധാനം ഉണ്ടാകുന്ന കാര്യമാണ് പുണ്യം എന്ന് പറഞ്ഞു. ഈ നഫ്സ് എന്നുള്ള വാക്ക് ഖുർആനിൽ പല രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നഫ്സിന് റൂഹ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, മരിക്കുന്ന സമയത്ത് അള്ളാഹു ആണ് നഫ്സുകൾ ഏറ്റെടുക്കുന്നത്, അഥവാ ആത്മാക്കളെ, റൂഹിനെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നഫ്സിന് റൂഹ് എന്നുള്ള അർത്ഥമുണ്ട്, നഫ്സിന് നമ്മളെ സ്വന്തം എന്നുള്ള അർത്ഥമുണ്ട്, സ്വന്തം തടി എന്നുള്ള അർത്ഥത്തിൽ നഫ്സ് എന്ന് ഉണ്ട്. ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങളോട് തന്നെ സലാം പറയുക എന്നുള്ള അർത്ഥമുണ്ട്. അല്ലെങ്കിൽ സെയ്ദു നഫ്സു, സെയ്ദ് തന്നെ വന്നു, അതായത് സെയ്ദിന്റെ പണിക്കാരനോ അല്ലെങ്കിൽ സെയ്ദിന്റെ വിജ്ഞാപനമോ അല്ലെങ്കിൽ സെയ്ദിന്റെ ഉത്തരവോ ഒന്നുമല്ല, സെയ്ദ് തന്നെ വന്നു. സെയ്ദു നഫ്സു എന്ന അറബിയിൽ പ്രയോഗമുണ്ട്. അവന്റെ ആ തടി തന്നെ, അവൻ തന്നെ, ദാത്ത് തന്നെ വന്നു എന്ന അർത്ഥത്തിൽ നഫ്സ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ നഫ്സിന് വേറൊരു അർത്ഥമുണ്ട്, ആലത്തുൽ ഇദ്റാഖ്, അഥവാ നമ്മുടെ ബുദ്ധി എന്നുള്ളതിന് നഫ്സ് എന്ന് പറയും. നമ്മുടെ ചിന്താശേഷി, ഗ്രാഹ്യശേഷി, ബുദ്ധി, അതിനൊക്കെ പറയും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു താലയോട് പറഞ്ഞല്ലോ സൂറത്തുൽ മാഇദയുടെ അവസാനത്തിൽ, തഅലമു മാ ഫീ നഫ്സി, അള്ളാഹു എൻ്റെ നഫ്സിലുള്ളത് നീ അറിയുന്നവനാണ്, അത് എൻ്റെ മനസ്സിലുള്ള എൻ്റെ അറിവും എൻ്റെ ചിന്താശേഷിയും ഒക്കെ റബ്ബെ നീ അറിയുന്നവനാണ് എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ അർത്ഥത്തിലുള്ള നഫ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഅ്മഅന്നത് ഇലൈഹി നഫ്സു, അഥവാ എൻ്റെ അറിവിലും എൻ്റെ ബുദ്ധിക്കുമൊക്കെ സമാധാനം ഉണ്ടാകുന്ന, എൻ്റെ അറിവിലും എൻ്റെ ബുദ്ധിശേഷിക്കുമൊക്കെ സമാധാനം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് എന്നാണ് ഉദ്ദേശിച്ചത്. അതേപോലെ പറഞ്ഞു വത്മഅന്ന ഇലൈഹിൽ ഖൽബു, എൻ്റെ കൽബിന് സമാധാനം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബു? രണ്ട് കാര്യം പറഞ്ഞു. അത് രണ്ടും വേറെ വേറെയാണോ അതേ ഒരേ അർത്ഥമാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടും ഒരേ അർത്ഥമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാകുന്നത്, അതുകൊണ്ട് തഹ്യീദിനോട് ഉറപ്പിച്ച് പറഞ്ഞതായിരിക്കും. കൽബ്, നഫ്സ് എന്നൊക്കെ പറഞ്ഞ ഹൃദയം, നമ്മുടെ മനസ്സ് ഒക്കെ ഒരേ അർത്ഥത്തിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞു. ചില പണ്ഡിതന്മാർ, ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ ഹഫ്ളഹുല്ലാ, അദ്ദേഹം പറയാണ് വത്മഅന്നത് ഇലൈഹി നഫ്സു വത്മഅന്നത് ഇലൈഹിൽ ഖൽബു എന്ന് പറയുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം കൽബിനുള്ള സമാധാനം ചില സമയത്ത് നമുക്കൊരു കാര്യത്തിനോടുള്ള ഇഷ്ടം കൊണ്ടുമാവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു കാര്യം ബുദ്ധി ഉപയോഗിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാവാൻ സാധ്യതയില്ല. ഏതുപോലെ അദ്ദേഹം ഉദാഹരണ സഹിതം പറയാം. ചില ആളുകൾക്ക് നബിദിനം കഴിക്കുമ്പോൾ വലിയ സന്തോഷമാണ്, അല്ലെ? നബിദിനം കഴിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അത് അപ്പോൾ അവർ ഈ അടിസ്ഥാനത്തിൽ മത്മഅന്നത് ഇലൈഹി നഫ്സു എന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തിലേക്ക് പോയാലോ നമ്മൾ പറയും അത് മത്മഅന്നത് ഇലൈഹി നഫ്സല്ല, അത് മത്മഅന്ന ഇലൈഹിൽ ഖൽബാണ്. നിന്റെ ബുദ്ധിശക്തി കൊണ്ട്, നിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീ മനസ്സ് സമാധാനപ്പെട്ടതല്ല, മറിച്ച് കൽബിനുള്ള മഹബത്ത് കാരണം നിനക്ക് അതിലൊരു സമാധാനം കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഒരാൾ കൂടുതൽ പഠിച്ച് തെളിവുകളൊക്കെ മനസ്സിലാക്കി ബിദ്അത്തിന്റെ അപകടമൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും ഇഷ്ടവും കൂടുന്നതോടൊപ്പം തന്നെ ഈ നബിദിനം കഴിക്കുന്നത് ഒരു പ്രയാസമായി തീരുകയും പേടി കൊണ്ട് അത് ഉപേക്ഷിക്കുകയും ആളുകൾ ചെയ്യുന്നത്. കാരണം ആദ്യത്തേത് കേവലം ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലുണ്ടായ സമാധാനമാണ്. രണ്ടാമത്തേത് മത്മഅന്നത് ഇലൈഹി നഫ്സാണ്. ആയത്തുകളും ഹദീസുകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവന് മനസ്സിലായി ഈ ബിദ്അത്ത് ചെയ്താലാണ് ഞാൻ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വഷളായി പോകുക, അവിടെ നൽകുന്ന ഹൗദുൽ കൗസറിൽ നിന്നുള്ള പാനീയം എനിക്ക് ലഭിക്കാതായി പോകുക ഇത് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവന് യഥാർത്ഥ രൂപത്തിൽ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവൻ കേവലം മനസ്സ് ഒന്നും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവന് സമാധാനം അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അവൻ ശരിക്കും പഠിക്കുന്ന സമയത്ത് പിന്നെ നബിദിനം കഴിക്കുമ്പോൾ സമാധാനം അല്ല ഉണ്ടാവും, പേടിയുണ്ടാവും. അത് ആളുകൾ വളരെ താല്പര്യത്തോടുകൂടി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കുള്ളിൽ പേടിയാണ് ഉണ്ടാകുന്നത്, നമുക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. മത്മഅന്നത് ഇലൈഹി നഫ്സു എന്ന് പറയുന്നത് ബുദ്ധിശേഷിയോട് നമ്മൾ മനസ്സിലാക്കി തെളിവുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന സമാധാനമാണ്. വത്മഅന്ന ഇലൈഹിൽ ഖൽബ് എന്ന് പറയുന്നത് കേവലം മഹബത്ത് കൊണ്ടൊക്കെ ചിലപ്പോൾ സമാധാനം ഉണ്ടാകും. എന്നാൽ രണ്ടും കൂടി ഉണ്ടാകും. ആദ്യത്തേത് ഉണ്ടാകുമ്പോൾ എന്തായാലും രണ്ടാമത്തേത് ഉണ്ടാകും. രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സമയത്താണ് സഹോദരങ്ങളെ അതൊരു പുണ്യമായിട്ട്
നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പിന്നീട് ഹദീസിൽ പറയുന്നത് വൽ ഇസ്മു മാ ഹാക ഫി നഫ്സി വതറദ്ദദ ഫി സദർ, രണ്ടാമത്തെ റിവായത്തിൽ വന്നതാണ്. പാപം എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതും നിന്റെ ഹൃദയത്തിൽ ഒരു തറദ്ദുദ് ഉണ്ടാക്കുന്നതാണ്, ഒരു ഉറപ്പ് കിട്ടുന്നില്ല, അങ്ങനത്തെ കാര്യമാണ് എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഇൻ അഫ്താക അന്നാസു അഫ്തൗക, നീ ജനങ്ങൾ ഫത്വ ചോദിച്ചിട്ട് അവർ നിനക്ക് ഫത്വ നൽകിയാലും ശരി, ജനങ്ങൾ ഫത്വ നൽകിയാലും നിനക്ക് സമാധാനം കിട്ടൂല, അത് പാപമാണെന്നാണ് പറയുന്നത്. കാരണം നീ ഫത്വ ചോദിക്കുന്ന പണ്ഡിതൻ അവനൊരു പക്ഷേ നമ്മുടെ സാഹചര്യം ശരിക്കും വ്യക്തമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാൽ പോലും നമുക്ക് സമാധാനം കിട്ടില്ല. അവൻ പറഞ്ഞാൽ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുന്നില്ല എങ്കിൽ അവിടെ ശ്രദ്ധിക്കണം. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ പണ്ഡിതന്മാരുടെ ഫത്വ വ്യത്യസ്ത തരത്തിലുണ്ട്. ഒന്ന് വ്യക്തമായ ദലീലിന്റെ അടിസ്ഥാനത്തിൽ, അവിടെ വേറെ രണ്ടാം അഭിപ്രായത്തിനൊരു സാധ്യത ഇല്ലാത്ത രൂപത്തിലുള്ള ഫത്വകളാണ് എങ്കിൽ അത് സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. കാരണം ദലീലിനോട് യോജിക്കുന്നത് മാത്രമാണ്, വേറൊന്നും യോജിക്കുന്നില്ല. അപ്പോൾ പിന്നെ മനസ്സെന്തെങ്കിലും പറയുന്നതിനനുസരിച്ചിട്ട് പോകുകയല്ല വേണ്ടത്. രണ്ടാമത്തേത്, അവന് ഈ രൂപത്തിൽ ദലീലും കൊണ്ടിട്ടുണ്ട്, മനസ്സിലും എന്തുണ്ട്, ഒരേപോലെ തന്നെ പ്രയാസം ഉണ്ട്, ഇതത്ര വ്യക്തമായ തെളിവാണെന്ന് ബോധ്യപ്പെടുന്നില്ല, മനസ്സിൽ അങ്ങനെ ഒരു ചൊറിച്ചിലുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യണം, അവൻ്റെ മനസ്സിന് തോന്നുന്നത് അനുസരിച്ചിട്ട് അത് ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കണം. കാരണം ചില റിവായത്തിൽ വന്നിട്ടുണ്ട് വമാ ഹാക ഫീ നഫ്സിക ഫദ്ഉ, നിന്റെ നഫ്സിനൊരു ചൊറിച്ചിലുണ്ടാക്കുന്ന നീ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു ഹറാം അയാളുടെ സമ്പാദ്യത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഒരു സംരക്ഷണം കൊടുക്കും. എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അയാൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരാൾ അയാളുടെ കഴുതപ്പുറത്ത് ഒരു വലിയൊരു വിറക് തടി അത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ തൻ്റെ കൂടെ വിറക് വെട്ടാൻ വന്ന ആളുടേതാണ്, അത് കുറച്ച് വലിയ കെട്ടോ ആണ്, അല്ലെങ്കിൽ കുറച്ച് കൂടിയ സാധനമാണ്. പക്ഷെ ഇയാൾ അബദ്ധത്തിൽ മാറിപ്പോയി ഇയാളുടെ കഴുതപ്പുറത്ത് കെട്ടി. ഇയാൾ കഴുതയെ എങ്ങനെ നോക്കിയിട്ടും കഴുത ആ സ്ഥലത്ത് നിന്ന് അനങ്ങുന്നില്ല, ആ ഭാഗത്തു നിന്ന് അനങ്ങുന്നില്ല, കഴുത വിട്ടുപോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയ സമയത്ത് അയാൾ ഇറങ്ങി കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി താഴെ വന്ന് എന്താ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്താണ് എന്ത് ചെയ്തത്, ഇയാൾക്ക് മനസ്സിലായി ഇതിൻ്റെ കെട്ട് മാറിയിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലായി. അയാൾ അതൊന്നും ചിന്തിക്കുന്നില്ല, അയാൾ ആ കെട്ടെടുത്ത് മാറ്റി അപ്പുറത്തേക്ക് വെച്ചു. അപ്പോൾ അയാളുടെ കെട്ട് അപ്പുറത്ത് വേറെ ചെറുതാണ്, അത് എടുത്തു കൊണ്ടുവന്നു. അപ്പം കഴുത അത് മുന്നോട്ടേക്ക് പോയി എന്നാണ്. അത് അദ്ദേഹം പറയുകയാണ്, ചില സമയത്ത് എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ ജീവിതത്തിലുടനീളം ഹറാം ഹലാലുകൾ സൂക്ഷിക്കുന്ന ആളുകൾ അല്ലാഹു തആലയുടെ ഒരു സംരക്ഷണം ആൾ കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ഹറാമ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുക്കും, ഇത് സൂക്ഷിക്കേണ്ടതുണ്ട്, ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിച്ചു കൊടുക്കും. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സംരക്ഷണമാണ്. അതല്ലാത്ത ഹറാമുകളിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ലഭിക്കണമെന്നില്ല. അത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. നോക്കൂ, ഇവിടെ ഇദ്ദേഹം അവസാനത്തിലേക്ക് വരികയാണ്. ഇദ്ദേഹം ബിറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാലിന്നത് പുണ്യം എന്ന് പറഞ്ഞ പുണ്യത്തിൻ്റെ ഒരു ലിസ്റ്റ് അവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല. മറിച്ചൊരു ഖാഇദത്തുൻ കുല്ലിയ, പ്രധാനപ്പെട്ട ഒരു തത്വം, വലിയൊരു അടിസ്ഥാനമാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്താണ്, അത് അയാൾക്ക് എല്ലായിടത്തും അത് ഉപയോഗിക്കാം, എല്ലാ കാര്യത്തിലും ഉപയോഗിക്കും. ബിറെന്ന് പറഞ്ഞാൽ ഇന്നതാണ്, നിസ്കരിക്കലാണ്, നോമ്പെടുക്കലാണ് എന്ന കാര്യം മാത്രം പറഞ്ഞാൽ അത് അവിടെ ഒതുങ്ങിപ്പോകും. അത് പണ്ഡിതന്മാരുടെ ശൈലിയാണ്. അവരുടെ ചോദ്യം ചോദിച്ചാൽ അവർ അതിൻ്റെ വിശാലാർത്ഥത്തിലേക്ക് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ മറുപടി അവിടെ പറഞ്ഞു കൊടുക്കും എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിന്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന മത്മഅന്നത ഇലൈഹി നഫ്സു വഅത്മഅന്ന ഇലൈഹി ഖൽബു, നിന്റെ ഖൽബിന് സമാധാനം ലഭിക്കുന്ന എന്ന രൂപത്തിലൊക്കെ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഈ ഹദീസിൽ അതിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.